Welcome back, my dear students, on a new lecture on mathematical analysis. So in this lecture, we will be discussing about the convergence of a special class of series called alternating harmonic series. നമ്മൾ previously ഡിസ്കസ് ചെയ്തതാണ് the series summation 1 by n is actually divergent. Okay. Now, if you add some more terms, or if you somehow manipulate this term to this series to form a new series, that series is alternating harmonic series. Which is defined as summation minus 1 raised to n plus 1 by n. So this is the series. This series convergent ആണ്. Okay. So the difference between these two series is the fact that ഇതിൻ്റെ അകത്തെ എല്ലാ ടേംസും പോസിറ്റീവാണ്. 1 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 3 പ്ലസ് 1 ബൈ 4. ഇവിടെ 1 മൈനസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 3 മൈനസ് 1 ബൈ 4 പ്ലസ് 1 ബൈ 5 എക്സെട്ര ഇങ്ങനെയാണ് ഈ സീരീസ് പോകുന്നത്. ഇവിടെ നമ്മൾ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എക്സിസ്റ്റ് ചെയ്യുന്നു. ആ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ഇവിടെ ലെറ്റ് എസ് എൻ ബി the sequence of partial sums of summation minus 1 raised to n plus 1 by n. Now നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എസ് എന്നിൻ്റെ രണ്ട് സബ്സീക്വൻസ് കൺസിഡർ ചെയ്യും. എസ് എന്നിൻ്റെ ഈവൻ സബ്സീക്വൻസും ഓഡ് സബ്സീക്വൻസും കൺസിഡർ ചെയ്യും. എന്നിട്ട് പ്രൂവ് ചെയ്യുന്നത് ഈ ഈവൻ സബ്സീക്വൻസും ഓഡ് സബ്സീക്വൻസും കൺവേർജൻ്റ് ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനോടൊപ്പം ഈ ഈവൻ സബ്സീക്വൻസും ഓഡ് സബ്സീക്വൻസും കൺവേർജ് ചെയ്യുന്നത് സെയിം പോയിന്റിലേക്കാണെന്നും എസ്റ്റാബ്ലിഷ് ചെയ്യും. സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ദ സീക്വൻസ് ഇറ്റ് സെൽഫ് കൺവേർജസ്. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് വി കൺസിഡർ എസ് എൻ ആൻഡ് വി കൺസിഡർ ടു സബ്സീക്വൻസ് S2n ആൻഡ് S2n plus 1. ഈ രണ്ട് സബ്സീക്വൻസ് കൺസിഡർ ചെയ്യും. ആൻഡ് വി വിൽ പ്രൂവ് ദാറ്റ് ദീസ് ടു സബ്സീക്വൻസ് ആർ കൺവേർജൻറ്റ്. ഓക്കെ, ഇത് കൺവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യും. ദെൻ പ്രൂവ് ദാറ്റ് ദ ലിമിറ്റ്സ് ആർ സെയിം. ഈ രണ്ട് സബ്സീക്വൻസിൻ്റെയും ലിമിറ്റ്സ് സെയിം ആണെന്ന് പ്രൂവ് ചെയ്യും. വിച്ച് ഫർദർ ക്ലാരിഫൈസ് ദാറ്റ് ദ സീക്വൻസ് കൺവേർജസ്. ഇതാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ അതിനു വേണ്ടി S2n S2n plus 1 കൺസിഡർ ചെയ്യുന്നു. S2n is actually 1 minus 1 by 2 plus 1 by 3 minus 1 by 4 plus 1 by 5 minus 1 by 6 plus etc. minus 1 by plus 1 by 2n minus 1 minus 1 by 2n. പ്രത്യേകം ഒബ്സർവ് ചെയ്യുക, നമ്മുടെ സീരീസ് എന്ന് പറയുന്നത് സമ്മേഷൻ മൈനസ് 1 റേസ് ടു n പ്ലസ് 1 ബൈ n ആണ്. ഈ സീരീസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വിച്ച് ഈസ് 1 മൈനസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 3 മൈനസ് 1 ബൈ 4 പ്ലസ് 1 ബൈ 5 മൈനസ് 1 ബൈ 6 പ്ലസ് എക്സെട്ര. ഓക്കെ, സോ ഇതിൻ്റെ ഈവൻ സബ്സീക്വൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഈവൻ സബ്സീക്വൻസ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഈസ് ആക്ച്വലി 1 മൈനസ് 1 ബൈ 2, നെക്സ്റ്റ് ഈസ് ആക്ച്വലി 1 മൈനസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 3 മൈനസ് 1 ബൈ 4. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിൻ്റെ S1 എന്നുള്ളത് ആക്ച്വലി 1, S2 എന്നുള്ളത് 1 മൈനസ് 1 ബൈ 2, S3 എന്നുള്ളത് 1 മൈനസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 3, S4 എന്നുള്ളത് 1 മൈനസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 3 മൈനസ് 1 ബൈ 4. ഇവിടിൻ്റെ അകത്ത് S2 S4 തുടങ്ങിയ സബ്സീക്വൻസ് ആണ് നമ്മൾ എടുക്കുന്നതാണ് S2n എന്ന് പറയുന്ന സബ്സീക്വൻസ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് നമ്മൾ അടുത്തത് S2n പ്ലസ് 1 എന്ന സബ്സീക്വൻസ് എടുക്കും. S2n പ്ലസ് 1 എന്ന സബ്സീക്വൻസ് അകത്ത് S2n വരെ ഉണ്ട്, ഒപ്പം മൈനസ് 1 ബൈ 2n പ്ലസ് 1 എന്ന് പറയുന്ന എക്സ്ട്രാ ഒരു ടേമും ഉണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഈ ഈവൻ ടേംസ് എല്ലാം പോസിറ്റീവാണ്, ഓഡ് ടേംസ് എല്ലാം
ഈവൻ ടേംസ് എല്ലാം നെഗറ്റീവ് ആണ്, ഓഡ് ടേംസ് എല്ലാം പോസിറ്റീവ് ആണ്. ദാറ്റ്സ് ദ ഒബ്സർവേഷൻ. സോ ദിസ് ഈസ് ആക്ച്വലി 1 മൈനസ് 1/2 പ്ലസ് 1/3 മൈനസ് 1/4 പ്ലസ് എക്സെട്ര പ്ലസ് 1/2n മൈനസ് 1 മൈനസ് 1/2n. ലാസ്റ്റ് ടേം ഓഡ് ടേം ആണ്, വിച്ച് ഈസ് ഓൾവേസ് പോസിറ്റീവ്, കാരണം 2n പ്ലസ് 1 എന്നുള്ളത് ഓഡ് ടേം ആണ്. ഓക്കെ, സോ S2n പ്ലസ് 1ഉം SN നമ്മൾ എഴുതി. ഓക്കെ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് സബ്സീക്വൻസിൻ്റെയും കൺവേർജൻസ് ആണ് നമ്മൾ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. സോ കൺസിഡർ ദ സബ്സീക്വൻസ് S2n. ഓക്കെ, നമ്മൾ S2n എന്നുള്ള സബ്സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഞാൻ ചെയ്യുന്നത് S2n എന്നുള്ളത് നമുക്ക് ഒബ്സർവ് ചെയ്ത് നോക്കാം. ഇത് മൊണോട്ടോണിക് ആണോ അല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു S2വിൻ്റെ അകത്ത് ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ S2, വിച്ച് ഈസ് ആക്ച്വലി 1 മൈനസ് 1/2. ഓക്കെ, നെക്സ്റ്റ് ടേം ഈസ് ആക്ച്വലി S4, വിച്ച് ഈസ് ആക്ച്വലി 1 മൈനസ് 1/2 പ്ലസ് 1/3 മൈനസ് 1/4. ഓക്കെ, നമുക്കറിയാം 1/2n മൈനസ് 1 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1/2n. ഓക്കെ, കാരണം ഡിനോമിനേറ്ററിൽ വാല്യൂ ചെറുതാകുമ്പോൾ വാല്യൂ വലുതാവും ടോട്ടൽ. ഓക്കെ, സോ വിച്ച് മീൻസ് 1/2n മൈനസ് 1 മൈനസ് 1/2n ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, സോ വിച്ച് മീൻസ് 1 മൈനസ് 1/2 പോസിറ്റീവ് നമ്പറാണ്, 1 മൈനസ് 1/2 പ്ലസ് സംതിങ് ആണ് S4 എന്നുള്ളത്. സോ വിച്ച് മീൻസ് ദിസ് ഇസ് ഓൾവേസ് പോസിറ്റീവ്. ഈ അസംഷൻ വെച്ചിട്ട് n ഈസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്താൽ മതി. സോ 1/3 മൈനസ് 1/4 ഈസ് പോസിറ്റീവ്. സോ വിച്ച് മീൻസ് S4 ഈസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ S2. ഓക്കെ, ഇനി S6 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1 മൈനസ് 1/2 പ്ലസ് 1/3 മൈനസ് 1/4 പ്ലസ് 1/5 മൈനസ് 1/6. സോ S4നോടൊപ്പം സം പോസിറ്റീവ് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടാണ് S6 കിട്ടിയത്. സോ വിച്ച് മീൻസ് S6 ഈസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ S4. സോ വിച്ച് മീൻസ് നമ്മൾ ഇങ്ങനെ ഈവൻ സബ്സീക്വൻസ് എടുത്താൽ ഈവൻ സബ്സീക്വൻസ് ഈസ് ആക്ച്വലി S2നെക്കാട്ടിലും വലുതാണ് S4, S4നെക്കാട്ടിലും വലുതാണ് S6, വിച്ച് ഈസ് ആക്ച്വലി മൊണോട്ടോണിക് ഇൻക്രീസിങ്. സോ നമുക്ക് അത് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് S2n പ്ലസ് 2 എടുത്തു, വിച്ച് ഈസ് ആക്ച്വലി S2 ടൈംസ് n പ്ലസ് 1. അതായത് ഈ സീക്വൻസിൻ്റെ n+1th ടേം ആണ്. ഓക്കെ, സോ വിച്ച് ഈസ് ആക്ച്വലി 1 മൈനസ് 1/2 പ്ലസ് 1/3 മൈനസ് 1/4 പ്ലസ് എക്സെട്ര 1/2n മൈനസ് 1 മൈനസ് 1/2n പ്ലസ് 1/2n പ്ലസ് 1 മൈനസ് 1/2n പ്ലസ് 2. ദിസ് ഈസ് S2n പ്ലസ് 2. ഇനി ഇതിൻ്റെ അകത്ത് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും, ഇതിൻ്റെ ഫസ്റ്റ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ടേംസ്, ഈ ടേമിന് തൊട്ട് മുമ്പ് വരെയുള്ള ടേംസ് 1/2n വരെയുള്ള ടേംസ് ഈസ് ആക്ച്വലി S2n ആണ്. സോ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ടേംസ് കൺസിഡർ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ആക്ച്വലി S2n. സോ S2n പ്ലസ് 2 ക്യാൻ ബി റിട്ടൺ ആസ് S2n പ്ലസ് 1/2n പ്ലസ് 1 മൈനസ് 1/2n പ്ലസ് 2. നൗ നമുക്കറിയാം ഇതിൻ്റെ ഡിനോമിനേറ്ററാണ് ചെറുത്. ഓക്കെ, സോ വിച്ച് മീൻസ് ആ വാല്യൂ ആണ് വലുത്. അല്ലെങ്കിൽ 2n പ്ലസ് 1 ഈസ് ഓൾവേസ് ലെസ് ദാൻ 2n പ്ലസ് 2. സോ 1/2n പ്ലസ് 1 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1/2n പ്ലസ് 2. സോ ഇത് മൈനസ് ചെയ്യുമ്പോൾ 1/2n പ്ലസ് 1 minus 1/2n plus 2 should always be positive. So this is positive. So which means S2n plus 2 minus S2n is always greater than 0. So that is S2 times n plus 1 minus S2n is always greater than 0. That is S2 times n plus 1 is greater than S2n. അതായത് നമ്മൾ ഓഡ് ഈവൻ സബ്സീക്വൻസ് എടുക്കുമ്പോൾ ആ ഈവൻ സബ്സീക്വൻസ് ആക്ച്വലി മൊണോട്ടോണിക് ഇൻക്രീസിങ് ആണ്. സോ വിച്ച് മീൻസ് ദാറ്റ് അവർ സബ്സീക്വൻസ് S2n ഈസ് ആക്ച്വലി മൊണോട്ടോണിക് ഇൻക്രീസിങ്. സോ നമുക്കത് മൊണോട്ടോണിക് ഇൻക്രീസിങ് ആണെന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, സോ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് S2n ബൗണ്ടഡ് ആണെന്നൂടെ പ്രൂവ് ചെയ്താൽ
we get the required answer. Okay. അതിന് മുമ്പേ നമുക്ക് S2n plus 1 എന്ന് പറയുന്ന സീക്വൻസ് കൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. So S2n is monotonic increasing. Now S2n plus 1, which can be written as 1 minus 1 by 2 plus 1 by 3 minus 1 by 4 plus 1 by 5 minus 1 by 6 plus etc. plus 1 by 2n, 2n minus 1 minus 1 by 2n plus 1 by 2n plus 1. So this is S2n plus 1. Now ഇതിനെ നമുക്ക് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ സെക്കൻഡ് ടേമിന് ശേഷമുള്ള എല്ലാ ടേമിനും നമ്മൾ മൈനസ് ടേംസ് കോമൺ എടുക്കുന്നു. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് ഓഫ് ബാക്കി ബ്രാക്കറ്റിൻ്റെ അകത്ത് 1 by 2 minus 1 by 3, okay, plus 1 by 4 minus 1 by 5 plus 1 by 6 minus 1 by 7 plus etc. plus last term is 1 by 2n minus 1 by 2n plus 1. Okay. നമ്മൾ ചെയ്തത് എല്ലാ സെക്കൻഡ് ടേമിന് ശേഷമുള്ള എല്ലാ ടേംസിൻ്റെ അകത്തും മൈനസ് കോമൺ എടുക്കുന്നതാണ് നമ്മൾ ആകെ കൂടെ ചെയ്തത്. ഓക്കെ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ദിസ്. ഇനിയും ഇതിൻ്റെ അടുത്ത ടേം S2n plus 3 ആണ് ഇതിൻ്റെ അടുത്ത ടേം. ദാറ്റ് ഈസ് S2 times n plus 1 plus 1. അതാണ് ഇതിൻ്റെ അടുത്ത ടേം. ഓക്കെ, വിച്ച് ഈസ് S2n plus 3, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് 1 minus 1 by 2 plus 1 by 3 minus 1 by 4 plus etc. plus 1 by 2n minus 1 by this is not plus, minus 1 by 2n plus 2 plus 1 by 2n plus 3. ഓക്കെ. ഇവിടെ പ്രീവിയസ്ലി ചെയ്ത കൂട്ട് തന്നെ എല്ലാ ടേമിൻ്റെ അകത്തും 1ന് ശേഷമുള്ള എല്ലാ ടേമിൻ്റെ അകത്തുനിന്നും മൈനസ് കോമൺ എടുക്കും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് ഓഫ് ബാക്കി 1 by 2 മൈനസ് 1 by 3 പ്ലസ് 1 by 4 മൈനസ് 1 by 5 പ്ലസ് എക്സെട്ര 1 by 2n മൈനസ് 1 by 2n plus 1 പ്ലസ് 1 by 2n plus 2 minus 1 by 2n plus 3. Okay. Now observe ചെയ്യുക. നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞു വിട്ട് തന്നെ 1 by 2 is greater than 1 by 3. So this quantity 1 by 2 minus 1 by 3 is positive. 1 by 4 minus 1 by 5 is positive. കാരണം 1 by 4 1 by 5-നെക്കാട്ടിലും ചെറുതാണ്. 1 by 6 minus 1 by 7 is positive. So this is actually 1 minus some positive quantities. Okay. So this is S2n plus 3 എന്ന് പറഞ്ഞത് വീണ്ടും ചെയ്യുമ്പോൾ this can be written as this. ഓക്കെ. ഇതും 1 മൈനസ് കുറേ പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ. നമ്മൾ ഇതിൻ്റെ അകത്തു നിന്ന് അപ്പ് അണ്ടിൽ ദിസ് സ്റ്റേജ് വരെ എടുക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 മൈനസ് ഇതുവരെ എടുക്കുന്ന എല്ലാ ടേംസും നമ്മുടെ ഇവിടെ ഉണ്ട്. ഓക്കെ. സോ അതായത് 1 മൈനസ് 1 by 2n plus 1 by 2n minus 1 by 2n plus 1 വരെയുള്ള എല്ലാ ടേംസ് ഇവിടെ ഉണ്ട്. ഓക്കെ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് the terms S2n and S2n plus 1 is of the form 1 minus some positive quantities എന്ന് മനസ്സിലാക്കുക. Okay. Now S2n plus 3 can be written as ഇവിടെ 1 by 2n plus 1 വരെയുള്ള ടേംസ് ഇവിടെ ഉണ്ട്, which is actually S2n plus 1. So S2n plus 1 minus 1 by 2n plus 2 plus 1 by 2n plus 3. Okay, so S2n plus 3 minus S2n plus 1 is actually equal to 1 by 2n plus 3 minus 1 by 2n plus 2. Now 2n plus 3 is actually greater than 2n plus 2. So 1 by 2n plus 3 actually less than 1 by 2n plus 2. So 1 by 2n plus 2 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ
we can write it as 1 by 2n plus 3 minus 1 by 2n plus 2 is actually less than 0. So this is actually less than 0. So s2n plus 3 minus s2n plus 1 is actually less than 0, which implies that s2n plus 3 is actually less than s2n plus 1. So which implies s2n plus 1 എന്ന് പറയുന്ന sequence is actually monotonic decreasing. അല്ലെങ്കിൽ വേറെ രീതി നമുക്ക് മനസ്സിലാക്കാം, ഇതിനെ 1 മൈനസ് സം പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് എന്നാണ് എഴുതിയത്. s2n പ്ലസ് 1-ലുള്ളതിനെക്കാട്ടിലും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി കൂടി ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റീസ് ഇവിടെയാണ് മൈനസ് ചെയ്യുന്നത്. സോ ഇവിടെ ഉള്ളതിനെക്കാട്ടിലും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി കൂടി ഇവിടെ മൈനസ് ചെയ്യുന്നതുകൊണ്ട് ഈ ക്വാണ്ടിറ്റി s2n പ്ലസ് 1-നെക്കാട്ടിലും ചെറുതാണ്. അതുകൊണ്ട് ദിസ് ഈസ് ആക്ച്വലി മൊണോട്ടോണിക് ഡിക്രീസിങ്. ഓക്കെ, സോ s2n ഈസ് മൊണോട്ടോണിക് ഇൻക്രീസിങ് ആൻഡ് s2n പ്ലസ് 1 ഈസ് ആക്ച്വലി മൊണോട്ടോണിക് ഡിക്രീസിങ്. നൗ നമുക്ക് s2n ഒബ്സർവ് ചെയ്താൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഓക്കെ, s2n ഈസ് ആക്ച്വലി ഓഫ് ദ ഫോം 1 മൈനസ് 1 ബൈ 2 1 ബൈ 3 മൈനസ് 1 ബൈ 4 എക്സെട്ര എന്ന രീതിയിൽ. ഇതിൻ്റെ അകത്ത് 1 മൈനസ് 1 ബൈ 2 പോസിറ്റീവാണ്, 1 ബൈ 3 മൈനസ് 1 ബൈ 4 പോസിറ്റീവാണ് എക്സെട്ര. ഇതിൻ്റെ അകത്ത് ഇതിനെ ഓരോന്നിനെയും പെയർ ചെയ്താൽ ഓക്കെ, ഇതിനെ s2n എന്ന് പറയുന്ന ടേംസിനെ നമ്മൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഐ തിങ്ക് ദിസ് ഈസ് ദ ക്വാണ്ടിറ്റി. s2n നമ്മൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് പോസിറ്റീവ്, ദിസ് ഈസ് പോസിറ്റീവ്, this is positive, etc. All the terms are positive. So s2n is actually sum of positive numbers, so which is always greater than 0. Okay, so we can write it as s2n is always greater than 0. Okay, എന്ന് എഴുതാം. Now s2n plus 1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി s2n plus 1 by 2n പ്ലസ് 1 ആണ്. കാരണം -1 റൈസ് ടു 2n പ്ലസ് 2 എന്ന് വരും, വിച്ച് ഈസ് 1. ഓക്കെ, നമ്മുടെ സീരീസിൻ്റെ എക്സ്പാൻഷൻ വെച്ചിട്ട്. സോ s2n പോസിറ്റീവ് ആണ്, അതിനോടൊപ്പം ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി കൂടെ ചേർന്നാണ് ഇത് ചെയ്യുന്നത്. പോസിറ്റീവ് ക്വാണ്ടിറ്റി കൂടെ ആഡ് ചെയ്തപ്പോഴാണ് s2n പ്ലസ് 1 കിട്ടിയത്. സോ വിച്ച് മീൻസ് s2n പോസിറ്റീവ് ആയതുകൊണ്ട് s2n പ്ലസ് 1 ഈസ് ഓൾസോ പോസിറ്റീവ്. ഓക്കെ, സോ വി ക്യാൻ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് both of the terms s2n plus 1 is always positive. So s2n and s2n plus 1 both are positive. Okay, now the second idea is നമുക്ക് s2n plus 1-നെ s2n plus 1 എന്ന് പറയുന്ന ടേംസിനെ നമ്മൾ എഴുതിയത് 1 മൈനസ് സം പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്നാണ്. ഓക്കെ, s2n പ്ലസ് 1-നെ നമ്മൾ എഴുതിയത് 1 മൈനസ് സം പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് എന്ന രൂപത്തിലാണ് നമ്മൾ s2n പ്ലസ് 1-നെ എഴുതിയത്. ഓക്കെ, വിച്ച് മീൻസ് ഇത് 1 മൈനസ് സം പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്ന് എഴുതുമ്പോൾ വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 എന്ന് എഴുതാം. ഓക്കെ, 1 മൈനസ് എന്ന രൂപത്തിലാണ് എഴുതിയത്. സോ s2n പ്ലസ് 1 ക്ലിയർലി ഈസ് ലെസ് ദാൻ 1. അതിൽ നിന്ന് നമുക്ക് ക്ലിയർലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ വാട്ട് വി ക്യാൻ റൈറ്റ് ഈസ് s2n plus 1 is less than 1. ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 ലെസ് ദാൻ s2n plus 1 is less than 1. ഓക്കെ, now s2n plus 1 is equal to s2n plus 1 by 2n plus 1, which implies s2n is equal to s2n plus 1 minus 1 by 2n plus 1. ഇനി ദിസ് ഈസ് ആക്ച്വലി ലെസ് ദാൻ 1. ഇത് 1-ൽ നിന്നൊരു ക്വാണ്ടിറ്റി കുറച്ചാണ് ഇത് എടുക്കുന്നത്. s2n എന്ന് വെച്ചാൽ s2n plus 1 is actually less than 1. So this is actually less than 1 minus some positive quantity. 1 minus some positive quantity is always less than 1. Okay, so clearly we have 0 less than s2n less than 1 as well. Okay, സോ നമുക്ക് ക്ലിയർലി നമുക്ക് മനസ്സിലാകും s2n-ഉം 1-നെക്കാട്ടിലും ചെറുതാണ്, s2n പ്ലസ് 1-ഉം 1-നെക്കാട്ടിലും ചെറുതാണ്. സോ നമ്മൾ സമ്മപ്പ് ചെയ്ത് പറയുന്നു, സോ s2n ഈസ് ആക്ച്വലി എ മൊണോട്ടോണിക് ഇൻക്രീസിങ് സീക്വൻസ് ആൻഡ് വിച്ച് ഈസ് ബൗണ്ടഡ്. സോ വിച്ച് ഇംപ്ലൈസ് ബൈ മൊണോട്ടോൺ കൺവേർജൻസ് തിയറം s2n ഈസ് കൺവേർജൻറ്റ്. ഓക്കെ, സിമിലർലി s2n plus 1 is monotonic decreasing and bounded.
ഇൻഫാക്റ്റ് ഇത് ബൗണ്ടഡ് ബിലോ ആണ്, സീറോയെക്കാട്ടും വലുതായതുകൊണ്ട്. ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം S2n + 1 ഈസ് കൺവേർജൻ. സോ നമുക്ക് S2n രണ്ട് സബ്സീക്വൻസ് എടുത്തു, S2n-ഉം Sn രണ്ട് സബ്സീക്വൻസ് എടുത്തു, S2n-ഉം S2n + 1-ഉം. അത് രണ്ടും നമുക്ക് കൺവേർജൻ്റ് ആണെന്ന് കിട്ടി. നൗ നമ്മൾ പ്രൂവ് ചെയ്യും S2n-ൻ്റെയും S2n + 1-ൻ്റെയും ലിമിറ്റ് സെയിം ആണെന്നൂടെ നമ്മൾ പ്രൂവ് ചെയ്താൽ നമുക്ക് വേണ്ട റിസൾട്ടായി. ഓക്കെ, കാരണം Sൻ്റെ സബ്സീക്വൻസ് ആണ് S2n-ഉം S2n + 1-ഉം. രണ്ട് കൺവേർജ് ചെയ്യുന്നു, രണ്ടും കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് സെയിം ആണെങ്കിൽ ദ സീക്വൻസ് ഇറ്റ് സെൽഫ് ഈസ് കൺവേർജൻറ്റ് എന്നെടുക്കും. ഓക്കെ, സോ S2n കൺവേർജൻ്റ് ആയതുകൊണ്ട് ലെറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി S2n ഈസ് ഈക്വൽ ടു x. ഓക്കെ, S2n + 1 കൺവേർജൻ്റ് ആയതുകൊണ്ട് ലെറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി S2n + 1 ഈസ് ഈക്വൽ ടു y. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് x ഈസ് ഈക്വൽ ടു y എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് S2n + 1 ഈസ് ഈക്വൽ ടു S2n + 1/2n + 1. So from that we can write S2n + 1 is equal to S2n + 1/2n + 1. So taking limit n tends to infinity on both sides, we get limit n tends to infinity S2n + 1 is equal to limit n tends to infinity S2n plus limit n tends to infinity 1/2n + 1. Left hand side, limit n tends to infinity S2n + 1 is actually y is equal to, this is x. n tends to infinity ആകുമ്പോൾ 1/2n + 1 is actually equal to 0. So this implies x is equal to y എന്ന് കിട്ടി. So what we have obtained is Sn എന്ന് പറഞ്ഞ സീക്വൻസ് എടുത്തു, which is a sequence of partial sums of our series, and അതിൻ്റെ രണ്ട് സബ്സീക്വൻസ് S2n-ഉം S2n + 1-ഉം. ഇത് രണ്ടും കൺവേർജ് ചെയ്യുന്നു. ഇത് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റും എന്താണ്, സെയിം ആണ്. വിച്ച് മീൻസ് എന്താണ്, Sn കൺവേർജ് ചെയ്യുന്നു, Sn കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് ദാറ്റ് അവർ സീക്വൻസ് Sn കൺവേർജസ്. Sn എന്ന് വെച്ചാൽ സമ്മേഷൻ -1n + 1/n-ൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആണ്. സോ വിച്ച് മീൻസ് ദിസ് സീരീസ് കൺവേർജസ്. ഇൻഫാക്റ്റ് ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി log 2 ആണ്. ഇതിൻ്റെ സം എന്ന് പറയുന്നത് log 2 ആണ്. ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജ് ചെയ്യുന്ന വാല്യൂ log 2 ആണ്. നമ്മളത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. വിച്ച് ഇസ് എ റിസൾട്ട് ഫോർ ഫർദർ inspection. Okay, so I hope you understood. Thank you.